കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാവോ, നമ്മുടെ വീടുകളിലൊക്കെ കൂവ കാണൂലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കൂവ വിളവെടുക്കാൻ പോകുകയാട്ടോ. വയറുവേന, ഒഴിച്ചൽ, ഛർദിൽ എന്നിവയ്ക്കൊക്കെ ഈ കൂവ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശമനം ഉണ്ടാകും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് കുറുക്കാക്കി കൊടുക്കാം. മാത്രമല്ല, നമ്മുടെ വീടുകളിലൊക്കെ പുട്ട്, അപ്പം, ഇടിയപ്പം, ദോശ എന്നിവയൊക്കെ കൂടത്തിൽ ഈ കൂവപ്പൊടിയും കൂടി ഇട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിന് നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് ഈ കൂവ പറിക്കുന്ന ഇതിലേക്ക് കടന്നാലോ? വായോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിവിടെ ഒന്ന് മെല്ലെ കിളക്കാവുള്ളേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിത് കിളക്കാവേ. വാ, മെല്ലെ കിളക്കാവുള്ള. ഇതുണ്ടോ? ഇത് വെള്ളക്കൂവയാണേ. ഇതുണ്ടോ? ഇതുണ്ടോ? നല്ല സൂപ്പർ വെള്ളക്കൂവ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇതിൻ്റെ വിത്താട്ടോ നമുക്ക് നടാനുള്ളത്. അപ്പം നമുക്ക് ഇത്ര കിട്ടി, നോക്കിക്കേ. ഇവിടുന്ന് നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ. അപ്പം ഇതിനകത്ത് നിന്ന് 2 കുഞ്ഞിതെടുത്തിട്ട് നമുക്ക് നട്ടു വെക്കാവേ. ഓക്കെ, ഇതുണ്ടേ. ഇത് രണ്ടും കയ്യോടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നട്ടു വെക്കാവേ. അത് പോയതാണ്. പിന്നെ കുറച്ച് ചപ്പൊക്കെ വാരിയിട്ട് കൊടുക്കാവേ, സൈഡിലൊക്കെ കിടക്കുന്നു. ഇതുണ്ടോ? ഇതുപോലത്തെ ഒക്കെ വാരിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ കൈയോടെ ആദ്യം നട്ടു, പറിക്കുകയും ചെയ്തു. കണ്ടോ? 1 2 3 സ്റ്റാർ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇവിടെ കൂടെ ഒന്ന് കിളച്ച് നോക്കാവേ. ഉണ്ട്. ഇത് കണ്ടോ? ഇത് നമ്മുടെ വെള്ളക്കൂവ തന്നെ കേട്ടോ. ഇതുണ്ടോ? നമുക്കിതെല്ലാം ഇതുണ്ടോ ഗൈസ്? നിങ്ങളുടെ വീട്ടിലും കൂവ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പൊടിയൊക്കെ തട്ടി നമുക്ക് എടുക്കാം. ഇത് പോയതാട്ടോ, ഇത് കളഞ്ഞേക്കാം. ഇത്തവണ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ പറിക്കുന്നതാണേ. ബാക്കി നമുക്ക് കഴുകുമ്പം കളയാവേ. ഇത്രയൊക്കെ നമുക്കിപ്പോൾ കളയാം. സമയം കളയാതെ നമുക്ക് ബാക്കി കൂടെ എടുക്കാം. പോയതാ. നമുക്ക് ബാക്കിയും കൂടെ ഇവിടെ ഉണ്ടേ. ഇവിടെ നിന്ന് കിളച്ച് നോക്കാം. നമുക്കിവിടെ കൂടെ മെല്ലെ പറഞ്ഞു തീർന്നില്ല. എല്ലായിടത്തും ഉണ്ടേ. ഇവിടെ എല്ലാം ഉണ്ട്. കുഞ്ഞു കാട്ടുന്നുണ്ടോ? സൂക്ഷിച്ച് നമുക്ക് പെറുക്കി നോക്കാം. ഇതുണ്ടോ ഗൈസ്? എൻ്റെ കൈ മൊത്തം ചെളിയായേ. മെല്ലെ നമുക്കിവിടെ കൂടെ ഒരു പീസെല്ലാം ആദ്യം എടുക്കാം. ഇവിടെ മണ്ണൊക്കെ നിൽക്കിട്ട് മെല്ലെ ഇത്രയും കൂടെ ഉണ്ട് ഗൈസ്. ഇതുണ്ടോ? മെല്ലെ ആയിട്ട് വെട്ടേണ്ടത്. ഇതും വെള്ളം. ഇത് പോയതാ ഗൈസ്. ഇതുണ്ടോ? പോയത് നമുക്ക് കളഞ്ഞേക്കാവേ. കുഞ്ഞു മുറി പീസുകൾ ഇവിടെ നല്ല നമുക്കിങ്ങനെ എടുക്കാവേ.
ഇത് പിന്നെ കൈ കൊണ്ട് എടുക്കാനുള്ളതാണ്. ബാക്കിയുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇവിടെയും കുറച്ചും ഇതുപോലെ സെയിം ആയിട്ട് 2 വിത്തെടുത്ത് നടാതെ. സൂക്ഷിച്ച് വളയ്ക്കണേ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് മഞ്ഞക്കൂവയും കൂടെ പറിച്ചാലോ? ടാറ്റാ. ആ കൂട്ടുകാരെ, നമുക്ക് മഞ്ഞക്കൂവ എങ്ങോട്ട് പറിക്കാം. കൂട്ടുകാരെ, നമ്മുടെ തെങ്ങിന് ചുവട്ടിനായിട്ടും കുറച്ച് നിൽപ്പുണ്ട്. അതും നോക്കട്ടെ. അതും വെള്ളക്കൂവ തന്നെയാണ്. നമുക്കിതും കൂടെ മെല്ലെ ഒന്ന് നിറച്ചുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പറിച്ചിരിക്കുന്ന മഞ്ഞക്കൂവ കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ മഞ്ഞക്കൂവയും. ഇതുണ്ടോ പോയതൊക്കെ കേട്ടോ. ഇത് പറഞ്ഞത് ഇതാണ് നമ്മുടെ മഞ്ഞക്കൂവ കണ്ടോ. പിന്നെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല കൂവ മഞ്ഞക്കൂവ തന്നെയാണ് കേട്ടോ. നമുക്ക് തട്ടി എടുക്കാവേ. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.